DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLAയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്ന നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഇന്നലെ MLAയുടെ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടന്നിരുന്നു. പുതിയ വിവരങ്ങൾ എന്താണ്? അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ് സുർജിത്ത്? പ്രജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടി IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി എയർ ക്യാമ്പിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. മുത്തൂറിൽ എയർ ക്യാമ്പിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന നടപടിയാകും ഉണ്ടാവുക. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ND അച്യുതൻ, ഒപ്പം കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റും സമാനമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തി അവരെ വിട്ടയക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ കാരണം സെഷൻസ് കോടതി, കൽപ്പറ്റ സെഷൻസ് കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരം നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. DYSP ആയിട്ടുള്ള അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുക. 9 സംഘം ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് വ്യക്തമാകുന്ന വിവരം. ഇന്നലെ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ ഇന്നലെ ഉച്ചയോടുകൂടി പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ രേഖകളൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിയിക്കാവുന്ന വിധത്തിൽ സാമ്പത്തിക ആരോപണം അടക്കമുള്ള കാര്യങ്ങളിൽ രേഖകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ പരിശോധന നടന്നു. 3/4 മണിക്കൂറോളം പരിശോധന നീണ്ടു നിൽക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പക്ഷേ CPM രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ ഈ വിഷയത്തെ എടുക്കുന്നുണ്ട്. അത് വീണ്ടും പ്രതിഷേധം ശരി. MLAയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്ന നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക. സുർജിത്ത് അയ്യപ്പത്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.